അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് രാവിലെ നീച്ചപ്പോൾ തന്നെ ആനനെ കണിയുണ്ടിട്ടാണ് നീച്ചത്. രാവിലെ വന്ന് നോക്കിയപ്പോൾ ചങ്ങളുടെ സൗണ്ട്. അപ്പോൾ വേഗം പുറത്ത് വന്ന് നോക്കിയപ്പോൾ വീട്ടിന് മുമ്പിൽ കൂടെ അത് ആന പോണു. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു യാത്ര പോവാണ്. എങ്ങോട്ടാ വെച്ചാൽ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്കാണ് പോകണം. ഞാൻ വന്നിട്ട് ഉമ്മയുടെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. കസിൻസൊക്കെ ആയിട്ട് എല്ലാവരും കൂടുമ്പോൾ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ എല്ലാവർക്കും ഓരോ ബിസിയും തിരക്കൊക്കെ ആയതുകൊണ്ട് നമ്മളങ്ങോട്ട് പോവാം, 1-2 മേന്മാർ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ്. ഞങ്ങളുടെ തറവാട് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിരുന്നു. അതുകൊണ്ട് ചെറിയ കുട്ടിയാകുമ്പോൾ എപ്പോഴും ട്രെയിനിലായിരുന്നു ഞങ്ങൾ ഉമ്മയുടെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. 8 വർഷത്തിന് ശേഷം റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നതോടെ തോന്നുന്നു റെയിൽവേ സ്റ്റേഷൻ നന്നായി പുരോഗമിച്ചിട്ടുണ്ടെന്ന് തോന്നി. ലിഫ്റ്റ് ഫെസിലിറ്റിയൊക്കെ വന്നിട്ടുണ്ട്. പണ്ടൊന്നും ലിഫ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഐസമും ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറാൻ പോകുന്നത്. അവൻ വീഡിയോസിലൊക്കെ കണ്ടതുപോലെയാണ് ട്രെയിൻ എന്ന് പറഞ്ഞ് ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒറിജിനൽ ട്രെയിൻ വന്നപ്പോൾ അവൻ ആദ്യം കുറച്ച് പേടിക്കുകയാണ് ചെയ്തത്. ഞങ്ങളന്ന് കറക്റ്റ് ടൈമിന് എത്തിയതുകൊണ്ടാണ് തോന്നുന്നു ട്രെയിൻ അന്ന് 1/4 മണിക്കൂർ ലേറ്റായിട്ടാണ് വന്നത്. അവന് ബോറടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കിനൊക്കെ. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. അങ്ങനെ കുറേ നേരത്തെ വെയിറ്റിനൊടുവിൽ നമ്മുടെ ട്രെയിൻ എത്തി. ഈ വരുന്ന ട്രെയിൻ നമ്മുടെ അല്ല, അത് ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ട്രെയിനാണ്. ഇത് വന്നപ്പോൾ ഐസമ കുറച്ച് പേടിച്ചു. കാരണം നമ്മുടെ സെയിം പ്ലാറ്റ്ഫോമിലോട്ടാണല്ലോ വരുന്നത്. അപ്പുറത്തുള്ള പ്ലാറ്റ്ഫോമിലൂടെ ട്രെയിൻ പോകുമ്പോഴൊക്കെ അവന് ഭയങ്കരമായിട്ട് അത് കണ്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ സ്വന്തം പ്ലാറ്റ്ഫോമിൽ വന്നപ്പോൾ അവൻ ആദ്യം ഒന്ന് പേടിച്ചു. അങ്ങനെ ഞങ്ങൾ ട്രെയിനൊക്കെ കയറി. അതിൻ്റെ ഇടയിൽ അവന് മുട്ടയൊക്കെ പുഴുങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഉമ്മ. അപ്പോൾ അവൻ അതൊക്കെ കഴിച്ച് പെട്ടെന്ന് എത്തി. ട്രെയിൻ വരാൻ മാത്രമേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. വന്നപ്പോൾ പിന്നെ എല്ലാം ചടപടയെ നമ്മൾ പെട്ടെന്ന് 1 മണിക്കൂറിനുള്ളിൽ കുറ്റിപ്പുറത്തെത്തി. നമ്മൾ കുറ്റിപ്പുറം വരെയാണ് പോകുന്നുള്ളൂ. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങി ബസ്സിന് പോവുക ചെയ്യുക. വളാഞ്ചേരിയിലാണ് ഉമ്മാൻ്റെ വീട്. അതിനുശേഷം ഞങ്ങൾ ബസ്സിൽ കയറി. അവൻ ആദ്യമായിട്ടാണ് ബസ്സിലും കയറിയത്. അപ്പോൾ അവനിങ്ങനെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ എന്താണ് വളാഞ്ചേരി എത്താത്തത് എന്നൊക്കെ ചോദ്യങ്ങളൊക്കെ തുടങ്ങി. പിന്നെ റോഡിലൂടെ പോണ എല്ലാ കാഴ്ചകളുടെയും ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിന് ആൻസർ നമ്മൾ കൊടുക്കണം. ആ ഒരു പ്രായമാണല്ലോ, ഫുൾ ഓഫ് ക്വസ്റ്റ്യൻസാണ് അവൻ്റെ മൈൻഡിൽ. അവിടെ എത്തിയപ്പോഴേക്കും ഒരു ഉച്ചയായി. അപ്പോൾ അമ്മായി നല്ല ബിരിയാണി ഉണ്ടാക്കിയിരുന്നു. എവിടെ പോയാലും ഈ ടേസ്റ്റുള്ള ബിരിയാണി കിട്ടില്ല. അമ്മായികൾ വെക്കുന്ന ബിരിയാണി അത് അടിപൊളിയാണ്. അങ്ങനെ അതിന് ശേഷം ഞങ്ങളൊരു ഈവനിങ് ആയപ്പോൾ ഞാനും കസനും കൂടിയിട്ട് വളാഞ്ചേരി ടൗണിലോട്ട് പോവാണ്. അവിടെ നിന്ന് നടക്കാനുള്ള ദൂരമുള്ളൂ. 1-2 സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയി. സാധനങ്ങളൊക്കെ മേടിക്കാനാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി ടൗണിലോട്ട് ഇറങ്ങി. നമുക്കൊന്ന് കറങ്ങും ചെയ്യാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കസിൻസുമായിട്ട് ഇതേപോലെ ഇങ്ങനെ കറങ്ങാനതൊക്കെ ഇഷ്ടമാണോ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ അവൾക്ക് 1-2 തുണിയും കാര്യങ്ങളൊക്കെ ഡ്രസ്സ് മേടിക്കണം എന്ന് പറഞ്ഞിട്ട് പരാഗിൽ പോയി. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫ്രൂട്ട്സും മേടിച്ചിട്ട് വീട്ടിലോട്ട് പോന്നു. അങ്ങനെ രാത്രിയായപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഇരുന്ന് കിച്ചണിലിരുന്ന് സംസാരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ സൈഡിൽ അമ്മായി ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്, കടല കഴിക്കുന്നുണ്ട്. നിങ്ങളുടെ തറവാട്ടിലൊക്കെ എങ്ങനെയാണ്? നിങ്ങളിങ്ങനെ താഴത്തൊക്കെ ഇരുന്നിട്ട് എല്ലാവരും കൂടി സംസാരിച്ചൊക്കെ ഇരുന്നിട്ട്. അപ്പോൾ ആൾ കുറവാണ്. നമ്മളുടെ ഫാമിലി മൊത്തം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ നടക്കാനും നിൽക്കാനും സ്ഥലം ഉണ്ടാവില്ല, അത്രയും ആൾക്കാരാവും. അങ്ങനെ പിന്നെ കുട്ടിയെ കളിക്കുന്നുണ്ട്, ഫുഡ് വേണമെന്നൊക്കെ ചോദിച്ചു അവരുടേതായ കളികൾ അവരും കളിക്കുന്നുണ്ട്.
പിന്നെ അങ്ങോട്ട് മാങ്ങ കഴിച്ചു, അതുപോലെ ഫാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു, സപ്പോട്ട ഉണ്ടായിരുന്നു. എല്ലാം ഒരു മിക്സ്ഡ് ആയിരുന്നു. അവിടെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ കഴിക്കണം എന്തൊക്കെ കഴിക്കണ്ടെന്നുള്ള കുറേ സംഭവങ്ങളുണ്ടാവും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിക്കാൻ. മഴക്കാലത്തൊക്കെ ഉമ്മാൻ്റെ ഒടിക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ കുളത്തിൽ ചാടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ 19 വയസ്സുള്ള മാമന്മാർ വരെ ഈ കുളത്തിൽ മഴക്കാലത്ത് ചാടും. ഒരു കുളം കൂടി ഉണ്ട്, അത് പിന്നെ ഞങ്ങൾ യൂസ് ചെയ്യലില്ല. അത് നനക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് എടുക്കൽ. അങ്ങനെ പിന്നെ ഞങ്ങൾ ആ തൊടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ മാമനക്ക് കുറച്ച് കൃഷിയൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പോണത്. ഇതാണ് ഞങ്ങളുടെ വീട്ടിൽ അപ്പു. അപ്പു തന്നെയാണ് എല്ലാവരും വിളിക്കുക. ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ ഈ ഒരു മനുഷ്യനെ അപ്പു തന്നെയാണ് വിളിക്കൽ. അപ്പോൾ ഈ ഒരാൾ ഞങ്ങളുടെ ഉമ്മാൻ്റെ വീട്ടിൽ ഒരു 35-40 വർഷത്തിനടുത്തായിട്ടുണ്ടാവും പണി ഉള്ളത്. ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ കാണുമ്പോൾ മൂപ്പര് ഇതുപോലെ തന്നെയാണ്. ഇപ്പോഴും മൂപ്പർക്കൊരു കുഴപ്പമില്ല, ഇതുപോലെ തന്നെയാണ്. മൂപ്പരവിടെ വാഴയ്ക്കെന്തോ വളം ഇടുകയൊക്കെയാണ്. വലിപ്പുള്ള സമയം മുതലേ അപ്പുവാണ് ഞങ്ങളുടെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ കൃഷിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ വിളവെടുക്കലൊക്കെ കഴിഞ്ഞു. ചീര, പയറ്, വെണ്ടക്ക, പച്ചമുളക്, കുമ്പളങ്ങ, അങ്ങനെ അവിടെ എന്തൊക്കെയൊക്കെയോ ഉണ്ടായിരുന്നു. ഞാൻ പറ്റണ രീതിയിലൊക്കെ വീഡിയോ എടുത്തു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വല്യപ്പ, പാലാറ ഹംസാജി. അപ്പോൾ ഞങ്ങളുടെ മാമന്മാരെ വീട്ടിലേക്കൊക്കെ പോണ വഴി പാലാറ ഹംസാജി പടി എന്നൊക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇതാ തോട്ടം നനക്കുന്നുണ്ട്. ഈ നനക്കണ വെള്ളമൊക്കെ നമ്മൾ വേറൊരു കുളം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ നിന്നാണ് എടുക്കൽ. അത് ഇങ്ങനെ നനക്കാനും അങ്ങനത്തെ പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യൽ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കൂലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ചക്കക്കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ ഉമ്മാൻ്റെ വീട്ടിലത്തെ ബെസ്റ്റ് ചൈൽഡ്ഹുഡ് മെമ്മറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഇതുപോലെ കുളത്തിൽ ചാടലും ചക്ക കൂട്ടാൻ കഴിക്കലും, അതും ഒരേ ഇലയിൽ നിന്ന് കുറേ ആൾക്കാർ കസിൻസ് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്നതും, അതേപോലെ കഞ്ഞി ഒരു 11 മണിയാകുമ്പോൾ ഒരു കഞ്ഞി കുടിക്കലുണ്ട്. ഞങ്ങളുടെ മറ്റമ്മയുള്ള സമയത്ത് എല്ലാവർക്കും കുറേ പണിക്കാരുണ്ടാവും, അതേപോലെ ഞങ്ങൾ കുറേ പേരക്കുട്ടികളുണ്ടാവും. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും കഞ്ഞിയും എല്ലാം വിളമ്പിത്തരും. അതൊക്കെയായിരുന്നു ബെസ്റ്റ് മെമ്മറീസ്. ആ ഒരു കാലം അത് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അതിന് ശേഷം പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. കാക്ക വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ പിക്ക് ചെയ്യാൻ. അപ്പോൾ ഞങ്ങൾ കാറിൽ തിരിച്ചു പോന്നു. അപ്പോൾ അത്രേ ഉള്ളൂ.